ഹലോ ഹായ് ഗായ്സ് വാട്സാപ്പ്. ഓ മൈ ഗോഡ്, എന്ത് ചൂടാണല്ലേ, ഒരു രക്ഷയില്ല. ലൈക്ക് ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നോളൂ. ഓ മൈ ഗോഡ്, ഞാൻ നിന്ന് വേവുക. ഞാൻ വിചാരിച്ചു ഞാൻ കുറച്ചു നേരം കൂടിയും പുറത്ത് നിന്നായിരുന്നെങ്കിൽ എൻ്റെ മുടിയൊക്കെ തനിയെ തീ പിടിച്ച് കത്തിയേനെ ചൂടെടുത്തിട്ട്. ഒരു രക്ഷയില്ല ഗൈസ്, ഇറ്റ്സ് സോ ഹോട്ട്. സോ ഞാനിങ്ങനെ വെറുതെ ലൈക്ക് ഇപ്പം നമ്മൾ ന്യൂസ് ചാനൽ വെച്ചാലും സോഷ്യൽ മീഡിയ എടുത്താലും ഫുൾ ലൈക്ക് മനുഷ്യന്മാരുടേതായ ഒരു ക്വാളിറ്റി ഇല്ലാണ്ട് പെരുമാറണ ന്യൂസുകളാണ്. ഒരു സൈഡിൽ കളർ റേസിസം, ഒരു സൈഡിൽ വന്നിട്ട് ട്രെയിനിന് തള്ളി താഴ്ത്തിട്ട് കൊല്ലുക. ലൈക്ക് എന്താണിത്, മനുഷ്യന്മാരുടെ മനുഷ്യത്വമൊക്കെ പോയി തുടങ്ങി. ലൈക്ക് ദേ ആർ ഗെറ്റിംഗ് ഈക്വൽ ടു അനിമൽസ്. ലൈക്ക് ഐ തിങ്ക് അനിമൽസിന് പിന്നെയും കുറച്ചെങ്കിലും അനിമൽസിന് ഇത്രയെങ്കിലും മനുഷ്യത്വം ഉണ്ടെന്ന് തോന്നണം. ഐ തിങ്ക് അനിമൽസിൻ്റെയും ഹ്യൂമൻ ബീങ്ങിൻ്റെ പേരുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യേണ്ട ടൈം ആയെന്ന് തോന്നുന്നു. കാരണം ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു, അത് പണ്ടത്തെ വീഡിയോ ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരു ആന ഇങ്ങനെ നടന്നു പോണ വഴി ഏതോ ഒരു ലൈക്ക് പട്ടിയോ പൂച്ചേൻ്റെ ചത്ത് കിടക്കും. അപ്പം ഈ ആന എന്നിട്ട് അതിനെ ചവിട്ടാൻ്റെ സൈഡിൽ കൂടി നടന്നു പോകണം. അതൊന്ന്. സോ ലൈക്ക് അതേപോലെ തന്നെ ഇപ്പം ആന ജസ്റ്റ് ആ ബോഡിനൊന്ന് റെസ്പെക്ട് ചെയ്തു. അതേപോലെ തന്നെ ഇപ്പം ആ ആനയുടെ സ്ഥാനത്ത് കാറ് കൊണ്ട് പോകണം, അല്ലെങ്കിൽ ഇപ്പം കാറ് കൊണ്ട് പോകണ വഴി റോഡിന് നടുക്കൊരു ലൈക്ക് ഒരു മൃഗത്തിൻ്റെ ഡെഡ് ബോഡി കിടക്കുകയാണെങ്കിൽ അതിൽ കൂടി കീറ്റിക്കൊണ്ട് പോകുന്ന ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഐ തിങ്ക് അതിലും എത്രയോ റെസ്പെക്റ്റ്ഫുള്ളാണ് ആ ആന ചെയ്ത കാര്യം. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ അനിമൽസ് ഹ്യൂമൻ ബീങ്സ് എന്നുള്ള ആ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യേണ്ട ടൈമായിട്ടുണ്ട്. പിന്നെ ഒരു സൈഡിൽ ഈ പറഞ്ഞ കളർ അധിക്ഷേപം. എനിക്കറിഞ്ഞിട്ട് ഇവരുടെയൊക്കെ തലയിൽ എന്നാ വല്ല തീറ്റമാണോ? എനിക്ക് ഓണസ്റ്റ്ലി ഐ ഹാവ് നോ ഐഡിയ. ലൈക്ക് എന്ത് ബുദ്ധി വെച്ചിട്ടാണ് ഇവർ ഈ കളറൊക്കെ ഇത്ര വലിയ സംഭവമാക്കി എടുക്കുന്നത്? ഈ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ചൂടുവെള്ളം വീണാൽ, അല്ലെങ്കിൽ നമ്മൾ കാല് കഴിഞ്ഞൊന്ന് മുഖം അടിച്ച് വീണാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ പറഞ്ഞ ബ്യൂട്ടി എന്ന് പറഞ്ഞ കാര്യങ്ങൾ. സോ ഐ ഹാവ് നോ ഐഡിയ വൈ, എന്തിനാണ് ആൾക്കാർ ഈ പറഞ്ഞ ബ്യൂട്ടി, ജെൻഡർ, സ്റ്റാറ്റസ് ഇതിനൊക്കെ ഭയങ്കരമായിട്ട് വാല്യൂ കൊടുക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഐ ഹാവ് നോ ഐഡിയ. എന്താ പറയുക, എനിക്കറിയാം ലൈക്ക് ഇപ്പം ഇറ്റ്സ് സോ വിയേർഡ്. അങ്ങനെ ചിന്തിക്കണ തന്നെ ഭയങ്കര വിയേർഡാണ്. അങ്ങനെ മനുഷ്യന്മാർക്ക് വന്ന് മനുഷ്യത്വം എന്ന് പറഞ്ഞ സാധനം ലെവലേശമില്ലാത്ത അവസ്ഥയാണ്. പിന്നെ വന്നിട്ട് ഈവൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, എന്തൊക്കെ പോസ്റ്റ് ഒരു സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റിൻ്റെ അടിയെടുത്ത് നോക്കി ഒരു മനുഷ്യത്വം ഇല്ലാത്ത രീതിയിലുള്ള കമൻറ്റുകൾ നമുക്ക് കാണാം. സോ അങ്ങനത്തെ ആൾക്കാർ ഇപ്പം അത് എനിക്ക് അറിഞ്ഞൂടാ, അത് ഏത് പ്രായത്തിലുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയില്ല. ബട്ട് അങ്ങനത്തെ ആൾക്കാർ വളർന്നു വരുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യം സൊസൈറ്റിക്ക്. അത് എന്തുകൊണ്ടിപ്പം ഞാൻ തന്നെ ചില പോസ്റ്റിൻ്റെ അടിയിൽ എത്ര ലൈക്ക് എന്താ പറയുക, ഒരു അങ്ങേയറ്റം ഒരാളെ തകർക്കണ രീതിയിലുള്ള കമൻറ്റുകൾ വരെ ഞാൻ കണ്ടിട്ടുണ്ട്. മെൻ്റലി ഭയങ്കരമായിട്ട് ലൈക്ക് ഡൗൺ ആവണ പോലത്തെ കമൻറ്റുകൾ വരെ, ആക്ഷേപങ്ങൾ വരെയും ഞാൻ കണ്ടിട്ടുണ്ട്. ലൈക്ക് എന്നെയല്ല, വേറെ പലരുടെയും പോസ്റ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് സൈബർ സെല്ല് അല്ലെങ്കിൽ ലീഗൽ സിസ്റ്റം അതിനൊക്കെ ഒരു ആക്ഷൻ എടുക്കാത്തത്. കാരണം അവരങ്ങനെ ആക്ഷൻ എടുക്കാത്തത് കൊണ്ടാണ് ഇവന്മാർക്ക് ഇങ്ങനെ ഇടാനും ആ ഒരു ടെൻഡൻസി വരിക. സോ തക്കതായ ശിക്ഷ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇവരത് റിപ്പീറ്റ് ചെയ്യില്ല. സോ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ആൾക്കാരത് ലീഗൽ സിസ്റ്റം അതൊരു കണക്കിലെടുക്കാത്തതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സോ ഇങ്ങനത്തെ ആൾക്കാർ വളർന്നു വന്നത് ഓഫ് കോഴ്സ് സൊസൈറ്റിക്ക് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അത് ദാറ്റ്സ് എ ഫാക്ട്. പിന്നെ വേറൊരു കാര്യം, ഞാൻ അഫ്കോഴ്സ് ശ്രദ്ധിച്ചൊരു കാര്യം, ബുദ്ധിയും ബോധമില്ലാത്ത ആൾക്കാരാണ് പൊതുവെ ഈ പറഞ്ഞ ജെൻഡർ, കളർ അല്ലെങ്കിൽ ബോഡി ഷെയിം ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുക. തലയിൽ ബുദ്ധിയും ബോധം ഇല്ലാത്തവരെ ചെയ്യുള്ളൂ. കാരണം ബോഡി ഷെയിം മാത്രമല്ല, ഒരാളുടെ ഡ്രസ്സിനെ വരെയും ജഡ്ജ്മെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെന്ന് പറഞ്ഞാൽ ബുദ്ധിയും ബോധം തീരെ ഇല്ലാത്തവരെ. കാരണം മെച്യൂരിറ്റി, ബുദ്ധി,
വിദ്യാഭ്യാസം, അറിവ് ഇതൊക്കെ ഉള്ള ഒരാൾ ഒരിക്കലും വേറൊരാളുടെ ഡ്രസ്സിനെയോ അല്ലെങ്കിൽ ഒരു പേഴ്സണൽ കാര്യങ്ങളോ ഒരിക്കലും ജഡ്ജ് ചെയ്യാൻ പോകില്ല. സോ എൻ്റെ ഒരു ലൈക്ക് എൻ്റെ എന്നുള്ള ബുദ്ധി മുതലുള്ള ആരും അങ്ങനെ ചെയ്യില്ല. അപ്പം അഫ്കോഴ്സ് നിങ്ങളുടെ ഡ്രസ്സിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോഡീനെയോ ഒരാൾ കളിയാക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അവർ വെറും പൊട്ടകളാണ്. ലൈക്ക് പൊട്ടകൾ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെയും വെറും മണ്ടന്മാർ, ബുദ്ധിയും ബോധവും ഇല്ലാത്ത ആൾക്കാരനെ അങ്ങനെയുള്ളവർ കൂട്ടാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യാൻ പോരുത്. അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി, ആ ഇത് പൊട്ടനാണ്, അതുകൊണ്ടാണ്. സോ അതാണ്, ബുദ്ധിയും ബോധത്തില്ലാത്തവരെ അങ്ങനത്തെ പരിപാടി ചെയ്യുള്ളൂ, അത് വേറെ കാര്യം. സോ ലൈക്ക് എന്തെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ നടക്കണേ, സോ ബാഡ്. ലൈക്ക് മെയിൻലി മനുഷ്യന്മാർക്ക് മനുഷ്യത്വം ഇല്ലാണ്ടായി. എന്താണാവും, നന്നാവുമായിരിക്കും അല്ലേ? നന്നാവട്ടെ. ബൈ.